ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ചെറിയൊരു ഇഫ്താർ വിരുന്നാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. പൊതുവേ ഈ നോമ്പ് തുറ സൽക്കാരങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവാത്തത്. ഇന്നിപ്പോൾ ആ പണികളൊക്കെ ഈ ഏരിയയിലുള്ള ആണുങ്ങളാട്ടെ ഏറ്റെടുത്തിട്ടുള്ളത്. കട്ടിങ് ആയാലും കുക്കിംഗ് ആയാലും തേങ്ങ ചിരവലായാലും അങ്ങനെ എല്ലാ പണികളും ഇവിടെയുള്ള ആണുങ്ങളാണ് ഏറ്റെടുത്തുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ പണികളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പണികൾ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഇരിക്കാനുള്ള സീറ്റ് സെറ്റ് ചെയ്യുന്നൊക്കെ തിരക്കാണ്. അപ്പോൾ ഉച്ച വരെ ഏകദേശം നല്ല കാലാവസ്ഥയായിരുന്നു. ഉച്ചയായപ്പോൾ ആകാശമൊക്കെ ഒന്നാകെ ഇരുണ്ട് കൂടി വരുന്നുണ്ട്. നല്ല മഴക്കുള്ള കോളുണ്ടായിരുന്നുണ്ട്. നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായി മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ തൂങ്ങി നിൽക്കലിന് വിരാമം ഇട്ടിട്ട് ഇന്ന് നല്ല അടിപൊളി മഴ പെയ്തിട്ട് ഉച്ചൻ്റെ ശേഷം നല്ല മഴ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴയായിരുന്നു. നല്ല ഇടിയും മിന്നലും കാറ്റും അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാവരും സീറ്റൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടാർപ്പായി വലിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ ചോർന്ന് പിന്നെ എല്ലാവരും ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരുക്കത്തിലായി. അപ്പോൾ ആദ്യം കൊടുക്കാനുള്ള പ്ലേറ്റിംഗ് ആട്ടോ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും പിന്നെ സ്നാക്സൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു പ്ലേറ്റാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇതാക്കിയിട്ടുള്ളത്. അങ്ങനെ അവരതെല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ ഏകദേശം നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ എല്ലാവരും വന്ന് സീറ്റുകളിലൊക്കെ ഇരുന്നു. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും അവരിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു. അപ്പം ഈത്തപ്പഴം, വത്തക്ക, പൈനാപ്പിള്, സമൂസ, ഉന്നക്കായ് ഇതൊക്കെ ആട്ടോ ഓരോ പ്ലേറ്റിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജ്യൂസായിട്ട് മാങ്ങ ജ്യൂസ്, വത്തക്ക ജ്യൂസ്, പിന്നെ പാൽ ചായ ഇതും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്ലേറ്റിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മധുരമില്ലാത്ത ചായ ഉണ്ട് ആദ്യം വേണമെങ്കിൽ കുടിക്കണേ. എല്ലാവരും കൂടെ കൂടിയുള്ള ഒച്ചയും വിളിയൊക്കെ എന്തെങ്കിലും ബാങ്ക് കൊടുക്കുന്നത് അങ്ങനെ ആരും ശരിക്കും കേട്ടില്ല കേട്ടോ. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. എല്ലാവരും നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഓരോ ഭാഗത്തുനിന്നായിട്ട് എല്ലാവരും അടുത്തുള്ള വീടുകളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന തിരക്കാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന, ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മെയിനായിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം ആയിരിക്കും കേട്ടോ ഫുഡ് കഴിക്കലൊക്കെ.
കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. മക്കളൊക്കെ പ്ലേറ്റൊക്കെ പിടിച്ച് വലിക്കൽ തുടങ്ങി കേട്ടോ. നീമോൾ ചെറുതായും തെറ്റിയും കൊണ്ടാട്ടോ മുഖത്തിനൊരു കനൊക്കെ. അങ്ങനെ എന്താ ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ നിസ്കാരം കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ വരുന്നവരനുസരിച്ച് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം അവർ തന്നത് നെയ്സ് പത്തിരിയും നല്ല നൂൽപുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ നെയ്സ് പത്തിരിയും ഓരോ നൂൽപുട്ടും എടുത്തതിന് കോമ്പിനേഷൻ ആയിട്ട് നല്ല ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ മിന്നു ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് ഒരു നൂൽപുട്ട് മതി പറഞ്ഞ് മിന്നു ഒറ്റ നൂൽപുട്ടാണ് തിന്നത്. അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും നൂൽപുട്ടൊക്കെ തിന്നത്. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ ഇത് വെച്ചാൽ നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയുള്ളൊരു നോമ്പ് തുറയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായി എല്ലാ ഭാഗത്തു നിന്നും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തെങ്കിലും അൽഹംദുലില്ലാ പരിപാടിയൊക്കെ നല്ല ഉഷാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.